അടുത്ത വരുന്ന ടോപ്പിക്കാണ് മൊബിലിറ്റി. അടുത്തത് എന്താണ്? മൊബിലിറ്റി. മ്യൂ. എന്താണ് മൊബിലിറ്റി? മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൊബിലിറ്റി എന്ന് പറയുന്നത് മൂവിങ് എബിലിറ്റി ഓഫ് എ പാർട്ടിക്കിൾ. മൂവിങ് എബിലിറ്റി ഓഫ് എ പാർട്ടിക്കിൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് എബിലിറ്റി ഓഫ് എ പാർട്ടിക്കിൾ. എന്താണ് മൂവിങ് എബിലിറ്റി ഓഫ് എ പാർട്ടിക്കിൾ? അതായത് ഞാൻ മൂവിങ് എബിലിറ്റി ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പാർട്ടിക്കിള് മൂവ് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി ആണല്ലോ, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി. അപ്പൊ മൂവ്മെന്റ് അവിടെ ഉണ്ട്. മൂവ്മെന്റ് ഉണ്ടെന്നതിന് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അവിടെ എന്താണ്? കൈനറ്റിക് എനർജി ഉണ്ട്. അത് നമുക്ക് അറിയാവുന്ന കേസാണ്. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കൈനറ്റിക് എനർജി തിയറി ആണെന്ന് വിചാരിക്കും. കൈനറ്റിക് എനർജി തിയറി ആണ്. അപ്പോ മൊബിലിറ്റി എന്തായിരിക്കും? ഞാൻ ഒരു ചോദ്യമായിട്ട് ചോദിക്കണം, മൊബിലിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? അത് ഞാൻ പറയണ 3 ഓപ്ഷൻ തരുന്നത്, 0, അല്ലെങ്കിൽ ഒരു ഫൈനറ്റ് വാല്യൂ, അല്ലെങ്കിൽ ഇൻഫൈനറ്റ് വാല്യൂ. എങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് മൊബിലിറ്റി എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. അപ്പൊ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യ പറയൂ, മൊബിലിറ്റി അപ്പൊ എന്താണ്? നമ്മുടെ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണെന്ന് പറയണം. നമ്മുടെ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു 0 ആണ്. അപ്പൊ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൈനറ്റിക് എനർജി 0 ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മൊബിലിറ്റി 0 ആവണമെന്നില്ല. മൊബിലിറ്റി 0 അല്ല. കൈനറ്റിക് എനർജി 0 എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി 0 അല്ല. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞ മൂവിങ് എബിലിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ആണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. ഞാനിപ്പോ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ഒരു മൂവ്മെന്റ് ഇല്ലാണ്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൈനറ്റിക് എനർജി ഇല്ല, 0 ആണ്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇനി മൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അർത്ഥമുണ്ടോ? ഇല്ല. മൂവ് ചെയ്യാം അല്ലെ? മൂവ് ചെയ്യാം, അവിടെ കൈനറ്റിക് എനർജി വരും ചെയ്യാം അല്ലെ? അപ്പോ കൈനറ്റിക് എനർജി 0 ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അതിന്റെ മൊബിലിറ്റി 0 ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അവളുടെ ഇപ്പോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, അത് നമുക്ക് പറയാം. പക്ഷെ കൈനറ്റിക് എനർജി 0 എന്ന് വിചാരിച്ചിട്ട് മൊബിലിറ്റി 0 ആണ് എന്നുള്ള ഒരു അർത്ഥം അവിടെ വരുന്നില്ല. അതിന്റെ വാല്യൂ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഇപ്പോൾ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന് വീണ്ടും മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞു മൊബിലിറ്റി പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മളിപ്പോ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ vd is equal to e divided by m star into tau എന്നായിരുന്നു. ഇനി മൊബിലിറ്റി എന്താ? മൊബിലിറ്റി എന്ന് പറയുന്നത് മൊബിലിറ്റി മ്യൂ എന്ന് പറയുന്നത് vd divided by e ആണ്. ഓക്കെ, vd divided by e ആണ്. ഓക്കെ, vd divided by e എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൊബിലിറ്റിനെ എങ്ങനെ എഴുതാം? vd നമുക്ക് ഇവിടെ ഒരു ഇ ഉണ്ട്, ഇവിടെ നമ്മൾ ഇ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ലാസ്റ്റ് നമുക്ക് എന്തുള്ള ഇ ബൈ എം സ്റ്റാർ ഇൻറ്റു ടോ. ഇതാണ് നമ്മുടെ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കണമെന്ന് വെച്ചാൽ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്തിനൊക്കെ വരുന്നത്? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഒന്ന് എഫക്റ്റീവ് മാസ്, വേറൊന്ന് റിലാക്സേഷൻ ടൈം എന്ന് നമുക്ക് പറഞ്ഞോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ 2 കേസ് കൂടി പറഞ്ഞോട്ടെ. എന്തായിരുന്നു? മ്യൂ എന്ന് പറയുന്നത്, മൊബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് മാസ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങൾ എഴുതാൻ പറ്റും? എം പി സ്റ്റാർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എം എൻ സ്റ്റാർ ആണെന്ന് എഴുതാൻ പറ്റും അല്ലെ? എഫക്റ്റീവ് മാസ് ഓഫ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാൻ പറ്റും. അങ്ങനെ വരുമ്പോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയും? മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ്
ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നേരത്തെ സെയിം കണ്ടീഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഹയർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൺസെപ്റ്റ് കൂടി വളരെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മുടെ ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? μ1 ഡിവൈഡഡ് ബൈ μp ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നൊരു കണ്ടീഷൻ കൂടി നമുക്ക് എഴുതാൻ പറ്റും. μ1 ബൈ μp ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതിലും കുറച്ച് അസംഷൻ കാര്യങ്ങളുണ്ട്. ഇതിന്റെ അസംഷൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ μ1 ഡിവൈഡഡ് ബൈ μp ഗ്രേറ്റർ ദാൻ 1 അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ വീണ്ടും വ്യാഖ്യാനിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ നമ്മൾ പറയുന്നത് വെച്ചാല്, സെമി കണ്ടക്ടർ നമുക്ക് ഓർഗാനിക് സെമി കണ്ടക്ടർ എന്നും പറയാൻ പറ്റും, ഇൻഓർഗാനിക് സെമി കണ്ടക്ടർ എന്നും പറയാൻ പറ്റും. ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാ കേസുകളിലെ ഇതൊക്കെ എന്താണ്? ഇൻഓർഗാനിക് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, ഇൻഓർഗാനിക് സെമി കണ്ടക്ടർ ആണ്. ഓർഗാനിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളിമേഴ്സിനൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഓർഗാനിക്. കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളിമേഴ്സിനെ പറയുന്നതാണ് ഓർഗാനിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അല്ല, ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഓർഗാനിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? LED, സോളാർ സെൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻഓർഗാനിക് സെമി കണ്ടക്ടർ ഈ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ μ1 ഡിവൈഡ് ബൈ μp ഗ്രേറ്റർ ദാൻ ഇത്, ഈ റേഷ്യോ ഹയർ ആണെങ്കിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ പ്രൊഡക്റ്റിലെ നമ്മുടെ ഡിവൈസിലെ സ്വിച്ചിങ് പ്രോപ്പർട്ടി നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഈ വാല്യൂ കുറവാണെങ്കിൽ സ്വിച്ചിങ് വളരെ കുറവായിരിക്കും. അതായത് നമ്മുടെ ഒരു ഫംഗ്ഷൻ, നമ്മുടെ ഇപ്പോ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് മൊബൈല്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ അതിലെ സ്വിച്ചിങ് പെട്ടെന്ന് നടക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ μ1 ഡിവൈഡഡ് ബൈ μp എന്നുള്ള വാല്യൂ ഹയർ ആണെങ്കിൽ നമുക്ക് അത് ഈ പ്രോപ്പർട്ടി പറയുന്നത് സ്വിച്ചിങ് വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ ഇൻഓർഗാനിക് ആണ് നമ്മൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് ഏതാണ്? ഇൻഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓർഗാനിക് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? LED, സോളാർ സെല്ല് അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റും കൂടി മനസ്സിലാക്കി വെച്ചോളൂ. മൊബിലിറ്റിയുടെ കേസിൽ ഇത്ര കാര്യങ്ങൾ നമുക്കറിയണം. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഹോൾസ്, പിന്നെ μ1 ഡിവൈഡ് ബൈ μp ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന ഒരു കണ്ടീഷൻ കൂടി നമ്മൾ അവിടെ